ഒന്നാമത്തെ ചോദ്യം, ചാറ്റ് ജി പി ടി നമ്മുടെ ഇമേജ് യൂസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. ഇനി നമ്മൾ കൊടുത്ത ഇമേജ് അവർ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എന്തിനു വേണ്ടിയിട്ടായിരിക്കും? അപ്പോൾ ഞാനിവിടെ ഒരു പ്രോംപ്റ്റ് കൊടുത്തിട്ടുണ്ട്, ക്രിയേറ്റ് ഇമേജ് ഓഫ് ഇന്ത്യൻ കപ്പിൾ വെയറിങ് ട്രഡീഷണൽ ഡ്രസ്. ട്രഡീഷണൽ ഡ്രസ്സ് വെയർ ചെയ്യുന്ന ഇന്ത്യൻ കപ്പിളിനെ ജനറേറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പം നമുക്ക് കറക്റ്റായിട്ട് ഇന്ത്യയിലുള്ള ഒരു കപ്പിളിനാണ് ജനറേറ്റ് ചെയ്ത് തന്നിട്ടുള്ളത്. ട്രഡീഷണൽ ഡ്രസ്സ് തന്നെയാണ് അവർ വെയർ ചെയ്യുന്നതും. അപ്പോൾ ഈ ചാറ്റ് ജി പി ടിക്ക് എങ്ങനെ മനസ്സിലായി ഇന്ത്യയിലുള്ള ഒരു ട്രഡീഷണൽ ഡ്രസ്സ് ഇതാണെന്നും ഇന്ത്യയിലുള്ള ഒരു ആവറേജ് അല്ലെങ്കിൽ മെജോറിറ്റി ഒരു മാൻ അല്ലെങ്കിൽ ഒരു ലേഡിയും കാണാൻ ഇങ്ങനെയാണെന്നും എങ്ങനെ ചാറ്റ് ജി പി ടിക്ക് മനസ്സിലായി? അത് അവർ ഈ ഒരു മോഡലിനെ ട്രെയിൻ ചെയ്ത സമയത്ത് നമ്മുടെ ഇന്ത്യയിലുള്ള ഒരുപാട് ആൾക്കാരുടെ ഫോട്ടോ ഈ മോഡൽ കണ്ടിട്ടുണ്ടാവും, ഈ ചാറ്റ് ജി പി ടി കണ്ടിട്ടുണ്ടാവും. അപ്പം അത് വെച്ചിട്ട് ചാറ്റ് ജി പി ടിക്ക് ഒരു ഐഡിയ ഉണ്ട്, ഇന്ത്യയിലുള്ള ആൾക്കാരുടെ കളർ എങ്ങനെയാണ്, അവരുടെ ഫേസ് എങ്ങനെയാണ്, അവർ എങ്ങനെയായിരിക്കും, അവരുടെ ഒരു സ്കിൻ ടോൺ ഉണ്ടാവുക, ആ കാര്യങ്ങൾ മൊത്തം ചാറ്റ് ജി പി ടിക്ക് അറിയാം. അതുപോലെ തന്നെ ഇന്ത്യയിലെ ഡ്രസ്സുകൾ എന്താണ്, ഫോട്ടോസൊക്കെ കണ്ടിട്ട് പഠിച്ചെടുത്താണ്. അപ്പം ഇന്ത്യയിലുള്ള മെജോറിറ്റി ആൾക്കാരും സാരി ധരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഓക്കെ, ആ ഇന്ത്യയിലുള്ള ആൾക്കാരൊക്കെ സാരി ഇടുന്നതാണ് ആ ഒരു അസംഷനിലേക്ക് ആ മോഡൽ എത്തും. അപ്പോൾ അങ്ങനെ ഇന്ത്യയിലുള്ള ഒരുപാട്, ചിലപ്പോൾ നമ്മളെ ഫോട്ടോസൊക്കെ ഉണ്ടാവും, നമ്മളെ ഫാമിലീസിൻ്റെ ഫോട്ടോസ് നമ്മൾ ഫേസ്ബുക്കിലും അവിടെ ഇവിടെയൊക്കെ പോസ്റ്റ് ചെയ്യുന്ന സമയത്തും പല വെബ്സൈറ്റിലും നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിൻ്റെ അകത്തൊക്കെ ഉള്ള ഇമേജസ് ഇവർ യൂസ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ യൂസ് ചെയ്തുകൊണ്ടാണ് അവർക്കിപ്പം ഇത് കറക്റ്റായിട്ട് ക്രിയേറ്റ് ചെയ്ത് തരാൻ പറ്റുക. ഞാൻ ഈ ഒരു പ്രോംപ്റ്റ് തന്നെ ചൈനയിലുള്ള കപ്പിളിന്, ചൈനൻ്റെ ട്രഡീഷണൽ ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ അവർ ചൈനയിലുള്ള കപ്പിളിന് ക്രിയേറ്റ് ചെയ്ത് തരും. അപ്പോൾ അതെങ്ങനെ മനസ്സിലായി? കാരണം ഒരുപാട് ചൈനക്കാരുടെ ഇവർ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ചാറ്റ് ജി പി ടിൻ്റെ ഡാറ്റാബേസിൽ അവിടെ കിടക്കും. അവർ 30 ദിവസമാണ് കിടക്കുന്നൊക്കെ പറയുന്നത്, പക്ഷേ എത്ര കാലം നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ലൊക്കേഷൻ അനുസരിച്ച് നമ്മൾ ഇന്ത്യയിലുള്ള ആൾക്കാരാണെന്നോ നമ്മൾ കേരളത്തിലുള്ള ആൾക്കാരാണെന്നൊക്കെ ഇവർക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ആ ഫോട്ടോയും ഇവർ അവരെ മോഡലിനെ ട്രെയിൻ ചെയ്യിപ്പിക്കാനും പുതിയ ഫീച്ചർ ഉണ്ടാക്കാനും വേണ്ടിയിട്ട് യൂസ് ചെയ്യും. അപ്പോൾ കേരളത്തിലുള്ള ഒരു മലയാളി കപ്പിളിനെ ക്രിയേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ ഫേസിൽ എന്താണോ ഒരു സാമ്യത ഉള്ളത് അത് വെച്ചിട്ടായിരിക്കും ഇവരൊരു മലയാളി കപ്പിളിനെ ക്രിയേറ്റ് ചെയ്ത് തരാം. അപ്പോൾ ആ ഒരു ട്രെയിനിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മളൊക്കെ കൊടുത്ത ഇമേജ് അവർ യൂസ് ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ ഓരോ ആളുടെ ഇമേജ് അവരെടുത്തിട്ട് ഇയാളുടെ പേര് ഇന്നതാണ്, ഓക്കെ, ഇയാളിലേക്ക് നമുക്ക് കുറച്ച് ആഡ് സെല് ചെയ്യാം, അങ്ങനെയൊന്നും അവർ യൂസ് ചെയ്യുന്നില്ല. മോഡൽ ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെയാണ് യൂസ് ചെയ്യുക. വേറെ എന്തെങ്കിലും ഇന്റേണൽ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ടോ നമുക്ക് പറയാൻ പറ്റില്ല. മെജോറിറ്റി കേസിലും അവർ ഇമേജസ് കിട്ടിക്കഴിഞ്ഞാൽ മോഡലിനെ ട്രെയിൻ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക, ഫേഷ്യൽ ഫീച്ചേഴ്സും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഓൾറെഡി ചാറ്റ് ജി പി ടിനോട് ചോദിച്ച് വെച്ചിരിക്കുന്ന കുറച്ച് പ്രോംപ്റ്റും കുറച്ച് ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ആണ്. ഞാൻ എന്താ ചോദിച്ചതെന്ന് പറഞ്ഞുതരാം. ഫസ്റ്റ് ഞാൻ ചോദിച്ചു, ഗിബ്ലി ഇമേജസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ തന്നിട്ടുള്ള ഡാറ്റാസ് അവർ ട്രെയിനിങ് പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുമെന്ന് ചോദിച്ചു. അപ്പം യൂസ് ചെയ്യില്ല എന്നാണ് പറയുന്നത്. അപ്പം ഞാൻ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് പ്രൈവസി പോളിസിയിൽ കണ്ടന്റ്, ഞാൻ ഷെയർ ചെയ്യുന്ന കണ്ടന്റ് യൂസ് ചെയ്യുമെന്ന് പറഞ്ഞതെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറയുന്നത് അത് മനസ്സിലായി, പക്ഷേ അതിൻ്റെ അകത്ത് എല്ലാ കണ്ടന്റും യൂസ് ചെയ്യുന്നില്ല. പിന്നെ അവർ ചാറ്റ് ജി പി ടി ടീം എൻ്റർപ്രൈസ് നമ്മൾ പ്രൈവറ്റ് യൂസറാണെന്നൊക്കെ പറയാൻ തുടങ്ങി. അതിൻ്റെ കൂടെ തന്നെ ഈ പ്രൈവസി പോളിസിയും കാണിച്ചു തന്നു. ഈ പ്രൈവസി പോളിസിൻ്റെ അകത്ത് അവർ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് നമ്മൾ കൊടുക്കുന്ന എന്തൊക്കെ ഡാറ്റ അവർ യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ആ ഡാറ്റ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നുള്ളതും. ഒന്നാമത് പേഴ്സണൽ ഡാറ്റ അവർ കളക്ട് ചെയ്യുന്നത് അക്കൗണ്ട് ഇൻഫർമേഷൻ, യൂസർ കണ്ടന്റ്, കമ്മ്യൂണിക്കേഷൻ ഇൻഫർമേഷൻ ഒക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഡാറ്റാസ് അവർ കളക്ട് ചെയ്യുന്നുണ്ട്. അതിൽ യൂസർ കണ്ടന്റ് എന്ന് പറഞ്ഞിട്ടുള്ള സെക്ഷനിലാണ് നമ്മൾ കൊടുക്കുന്ന ഫയൽ, ഇമേജസ്, ഓഡിയോ. ഈ ഫയൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് വീഡിയോസും ഉൾപ്പെടാം. നമ്മളൊരു വീഡിയോ ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ കാര്യങ്ങളൊക്കെ യൂസർ കണ്ടന്റ് ആയിട്ട് അവർ കളക്ട് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് അവർ യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് താഴെ കൊടുത്തിട്ടുണ്ട്. അതിൽ പറയുന്ന ഒന്നാമത്തെ കാര്യം നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ തരാൻ വേണ്ടിയിട്ട്. ഓക്കെ, നമുക്കറിയാം ആൻസർ കിട്ടണമെങ്കിൽ അവരത് യൂസ് ചെയ്താലേ പറ്റും. അത് കഴിഞ്ഞിട്ട് പറയുന്നുണ്ട് ടു ഇംപ്രൂവ് ആൻഡ് ഡെവലപ്പ് അവർ സർവീസ്. അവരുടെ സർവീസ് ഇംപ്രൂവ് ചെയ്യാനും ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും റിസർച്ച് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ കൊടുക്കുന്ന ഫയൽ അല്ലെങ്കിൽ കണ്ടന്റ് അവർ യൂസ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന പേഴ്സണൽ ഡാറ്റ അവർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് ഞാൻ വീണ്ടും ചാറ്റ് ജി പി ടിയോട് ചോദിച്ചു, ഇതിൻ്റെ അകത്ത് ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്തിനാണ് ഞാൻ ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞ നോ എന്നാണ്, പക്ഷേ പ്രൈവസി പോളിസിയിൽ യൂസ് ചെയ്യുമെന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എന്തിനാ അത് പറഞ്ഞതെന്ന് ചോദിച്ചപ്പോൾ പറയുന്നത്, ഞാൻ പറഞ്ഞത് കറക്റ്റാണ്, നമ്മൾ ഫ്രീ യൂസറോ പ്ലസ് യൂസറോ ആണെങ്കിൽ നമ്മളെ ഡാറ്റ മുഴുവൻ അവർ യൂസ് ചെയ്യും മോഡലിനെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞു. ഇനി നമ്മളൊരു ടീമോ അല്ലെങ്കിൽ എൻ്റർപ്രൈസ് കമ്പനി യൂസർ ആണെങ്കിൽ അവർ യൂസ് ചെയ്യില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇപ്പം നേരത്തെ യൂസ് ചെയ്യില്ല എന്ന് പറഞ്ഞ ആളിപ്പോൾ മാറ്റി പറഞ്ഞു യൂസ് ചെയ്യുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ചോദിച്ചു, അപ്പോൾ എന്തിനാണ് എനിക്ക് മിസ്ലീഡിങ് ഇൻഫർമേഷൻ തന്നതെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അണ്ടർസ്റ്റാൻഡ് മനസ്സിലായി, അത് കമ്പനി യൂസറിന് യൂസ് ചെയ്യുന്നില്ല, അതുകൊണ്ടാണ് നോ എന്ന് പറഞ്ഞതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആക്ച്വലി അതുകൊണ്ടല്ല, നമ്മൾ ചോദിക്കുമ്പോൾ ഫസ്റ്റ് തന്നെ ആൻസർ നോ എന്ന് കണ്ടാൽ പലരും കൂടുതലായിട്ട് ചോദിക്കില്ലല്ലോ, അതുകൊണ്ടാണ് അങ്ങനെ നോ എന്ന് കൊടുത്തത്. ക്ലിയർ ആയിട്ട് ചോദിക്കുന്ന സമയത്ത് യെസ് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ ആദ്യം ചോദിച്ച ക്വസ്റ്റ്യൻ ഒന്നും കൂടെ വീണ്ടും ചോദിച്ചു, ഇത് ആൻസർ തരൂ, യെസ് ഓർ നോ മാത്രം മതി. അപ്പോൾ എന്നോട് വീണ്ടും പറയുന്നു നമ്മൾ കൊടുക്കുന്ന ഡാറ്റ അവർ ട്രെയിനിങ് പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യില്ല. വീണ്ടും ഞാൻ ഇതിൻ്റെ അകത്ത് പ്രൈവസി പോളിസി കോപ്പി പേസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുമെന്ന് ചോദിച്ചാൽ വീണ്ടും യെസ് എന്ന് പറയും.
വീണ്ടും ഇങ്ങനെ ചോദിച്ചാൽ നോ എന്ന് പറയും. അപ്പോൾ ChatGPTക്ക് തന്നെ ഒരു സ്ഥിരതയില്ല, യൂസ് ചെയ്യൂല എന്നുള്ള കാര്യത്തിൽ. അപ്പം അവരുടെ പ്രൈവസി പോളിസി വെച്ചിട്ട് ഇപ്പോൾ നമ്മുടെ ഒരു ഫോട്ടോ അവർ നമുക്ക് എന്തെങ്കിലും ഒരു കേസ് കൊടുക്കണം, അങ്ങനെയാണെങ്കിൽ അവർ അവരുടെ പ്രൈവസി പോളിസി വെച്ചിട്ടായിരിക്കും നമ്മളോട് പറയാം, ഈ പ്രൈവസി പോളിസിയിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് യൂസ് ചെയ്യും, പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ കേട്ടില്ല. അല്ലാതെ ഈ പ്രോംപ്റ്റ് ഈ തരുന്ന ആൻസർ ഒന്നും എവിടെ ഉണ്ടാവില്ല. അപ്പോൾ പ്രൈവസി പോളിസിയിൽ അവർ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് നമ്മളുടെ ഡാറ്റ യൂസ് ചെയ്യുന്നു. അപ്പോൾ രണ്ട് കാര്യം നമുക്കിപ്പോൾ ഇവിടുന്ന് മനസ്സിലായി, എന്തിനു വേണ്ടിയിട്ടാണ് അവർ നമ്മൾ കൊടുക്കുന്ന ഇമേജ് യൂസ് ചെയ്യുന്നതെന്ന് മനസ്സിലായി. അതുപോലെ തന്നെ നമ്മുടെ ഇമേജ് അവർ കറക്റ്റായിട്ട് നമ്മൾ കൊടുക്കുന്ന ഡാറ്റ ഇമേജ് തന്നെ ആവണമെന്നില്ല, നമ്മൾ കൊടുക്കുന്ന ഫയൽ ഇപ്പോൾ നമ്മളെ റെസ്യൂമേ ആണെങ്കിലോ അല്ലെങ്കിൽ നമ്മുടെ വേറെ എന്തെങ്കിലും മാർക്ക് ഷീറ്റ് ഫയലാണെങ്കിലോ എന്ത് ഫയലാണെങ്കിലും വീഡിയോസ് ആണെങ്കിലും അതൊക്കെ അവർ കണ്ടന്റ് ആയിട്ടാണ് കണക്കാക്കുക. ആ കണ്ടന്റ് ഒക്കെ അവരുടെ ഫീച്ചർ ഡെവലപ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ നോർമൽ ഫോട്ടോ ആണെങ്കിൽ കുഴപ്പമില്ല, മേ ബി നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്ന ഫോട്ടോ, മേ ബി പബ്ലിക് പ്രൊഫൈൽ ആണെങ്കിലോ അല്ലെങ്കിൽ വേറെ എവിടെ ഇടുന്ന ഫോട്ടോ ആണെങ്കിലും കുഴപ്പമില്ല, അതിപ്പോൾ ഇവർ കണ്ടാലും നമുക്കൊന്നും നഷ്ടപ്പെടാനില്ല. കാരണം നമ്മൾ കാണിച്ചു കൊടുത്തിട്ടില്ലെങ്കിലും ഏതെങ്കിലും വെബ്സൈറ്റിലൊക്കെ കയറിയിട്ട് ഇവർ മോഡലിന് വേണ്ടിയിട്ടുള്ള ഡാറ്റ അവർ ChatGPT എങ്ങനെയെങ്കിലും കണ്ടെത്തിയിട്ട് അവർ പഠിച്ചോളും. അതിപ്പോൾ നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിലും നമ്മളെ ഫോട്ടോ അല്ലെങ്കിലും വേറെ ആളുടെ ഫോട്ടോ ഒക്കെ അവർക്ക് കിട്ടിക്കോളും. അതിൽ മേ ബി നമ്മളും ഉൾപ്പെട്ടേക്കാം. അപ്പം ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളെ പ്രൈവറ്റ് ആയിട്ടുള്ള ഇമേജസ് ഷെയർ ചെയ്തിട്ട് അതിനെ എഡിറ്റ് ചെയ്യുക അല്ലെങ്കിൽ അതിൽ നമുക്ക് എന്തെങ്കിലും മാറ്റം വരുത്തുക, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കാം.